അപ്പോൾ ഇന്ന് നമ്മൾ തേനെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറേ ദിവസമായി തേനെടുത്തിട്ടല്ല. ഇതിനു മുമ്പ് നമ്മൾ ഏകദേശം 1-1.5-2 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു തേനെടുത്തൊരു മണ്ണിൻ്റെ പൊത്തിനകത്ത് നിന്നൊരു തേനെടുത്തൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ 80,000-ന് മേലെ 80,000 കഴിഞ്ഞ അവസാനം നോക്കിയപ്പോൾ എന്തായാലും 80,000-ന് മേലെ ഇപ്പോഴും വ്യൂ വന്നൊരു വീഡിയോ ആണത്. ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതുപോലെ ഇന്ന് തേനെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെയല്ല ആണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാട്ടിലൊന്നുമല്ല, അടുത്തോട്ട് വന്നോ. ഇന്നിപ്പോൾ തേനെടുക്കാൻ വന്ന കാട്ടിലല്ല, അത് നമ്മളെടുത്തൊരു കാട്ടിനകത്താണ്. ആ വീഡിയോ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കാം. നിങ്ങൾക്ക് പറ്റിയാൽ ഒന്ന് കണ്ടിരിക്കണം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. മിക്കവാറും കണ്ടിട്ടുണ്ടാവും, കാരണം ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂ വന്നിട്ടുള്ളൊരു വീഡിയോ അതാണ്. അതുപോലെ ഇന്ന് ഇന്ന് തേനെടുക്കാൻ വന്നിരിക്കുന്നത് വിളയിലാണ്. ഈ തേന് കണ്ട അന്ന് ഞാൻ കാണിച്ചതാണ്, അന്നൊരു വീഡിയോ ചെയ്തതുമാണ്. അപ്പോൾ ആ വീഡിയോയും ഉണ്ട്, അതും കാണിച്ചു തരാം. ഇനിയിപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുമ്പ് ഞാൻ കുറേ ടൂൾസ് ഉണ്ടെന്നുണ്ടോ. അയ്യോ ഓടുന്നു. ആദ്യം ടൂൾസ് കാണിക്കട്ടെ. ഞാൻ തൊണ്ടിനാണ് നോക്കിയത് പുകയിടാൻ വേണ്ടി. ഇപ്പോൾ തൊണ്ട് കിട്ടാത്തതുകൊണ്ട് വേറൊരു സംഭവം പുകയിടാൻ വേണ്ടി വരണം. പിന്നെ തേനെടുത്ത് വെക്കാൻ വേണ്ടി ഒരു പാത്രം ഇതിൻ്റെ കൈ എടുക്കണമേ, ഒരു ബക്കറ്റ് പൊടിയായിട്ട് എൻ്റെ കൈ എടുക്കണ്ട. അപ്പോൾ ഞാനങ്ങനെ പണി തുടങ്ങാൻ പോവുകയാണ്. കടിയെന്ന് വാക്കിന് കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ആ വീഡിയോ നേരത്തെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തേനെടുത്ത വീഡിയോ എടുത്തപ്പോൾ അന്ന് അതിലൊന്നും തേനില്ലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ വെറുതെ രസത്തിന് വേണ്ടിയല്ല, തരിപ്പ് കയറി എടുത്തത്. അന്ന് എടുക്കാതെ അരിപ്പൊക്കെ എടുത്തിരുന്നെങ്കിൽ അതിന് തേന് കിട്ടിയേനെ. പിന്നെ ഇത് ഞാനല്ല, ഇത് അപ്പനാണ് പറഞ്ഞത് തേനൊന്ന് എടുക്കാൻ, ഇപ്പം എടുക്കാൻ. തേന് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ എടുക്കാൻ പോവുകയാണ്. അടുപ്പിച്ചു ഞാനങ്ങനെ അൺബോക്സ് ചെയ്യാൻ പോകുന്നു. ഈച്ചകൾ ബ്യൂട്ടിഫുൾ. അതിനെ അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. പോയില്ലെങ്കിൽ കടി ഇന്ന് വാക്കിന് കിട്ടും. കണ്ട നോക്കി ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ തേനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ് സുഹൃത്തുക്കളെ. ഇപ്പം പറഞ്ഞല്ലേ കാണും. തൊലി കാണാമല്ലോ, തൊലിയൊക്കെ നല്ല വിശാലമായിട്ടിരിക്കുന്ന കുറച്ചടുപ്പിച്ചാണ് തൊലിയിരിക്കുന്നത്. ഇതിൽ പക്ഷെ തേനുണ്ടാവുമോ എന്നുള്ള കാര്യത്തിലാണ്. ഉണ്ടാവണം, എന്തായാലും പുകയിടാം, ഇല്ലെങ്കിൽ കടിച്ച് ഊപ്പാട് വരുത്തും. പക്ഷെ ഇത് എടുക്കണമെങ്കിൽ വെട്ടണമെന്നാണ് തോന്നുന്നത്. ആദ്യം പുകയിട്ടിട്ട് ഈച്ചേനെ ഒന്ന് മാറ്റട്ടെ. ഇതെടുത്തോണ്ട ടൂൾസ് കത്തിക്ക്. അതെ കൊണ്ടുപോടാ, കത്തിയില്ല. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബ്രേക്കായിരിക്കുകയാണ്. നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, ചെറുതായിട്ടല്ല, ഏകദേശം 2 തൊലി പാതി എടുത്തപ്പോൾ ബാക്കി അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതുണ്ട ഈ ഒരു ഭാഗം, ഇത് കൈ കയറി പോകില്ല. എൻ്റെ ഇത്രയുള്ള ഈ കൈ തന്നെ മര്യാദയ്ക്ക് കയറി പോകാൻ ഇറങ്ങുകയും ചെയ്യില്ല. അതുകൊണ്ട് ഈ ഭാഗത്തിനെ വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളി വെച്ചിട്ട് ഈ ഭാഗം ചെത്തിക്കളയാൻ വേണ്ടി ഉള്ളി എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് ആ ഭാഗത്തിൽ തേനുണ്ട്, കുറേ തേൻ കിട്ടി. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞൊക്കെ ഉള്ളൊരു അടയാണ്. തേൻ ഞാൻ കാണിച്ചിരുന്നു, ഇളകിക്കാണ് സുഹൃത്തെ, എനിക്കൊന്ന് പിടിച്ചാണ് കണ്ട. ഇതാ തേന്, കുഞ്ഞുള്ള അടയുടെ പകുതി കണ്ട. ഇതിലൊക്കെ തേനാണ്. ആ തേനൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 അടയരെ പകുതിച്ച് 3 അടയരെ പകുതിച്ച് എടുത്തിട്ടുണ്ട്. ഇത് മുക്കാലല്ല, ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി ഇതിൽ തേൻ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ തേൻ ഉണ്ടായിരുന്ന അട ഫുള്ളായിട്ടല്ല, നേരത്തെ എടുത്തതിൻ്റെ പകുതി, അത് രണ്ടിലും തേനുണ്ട്. അതിൻ്റെ പകുതി അട ഇനിയുണ്ട്. അതിന് വേണ്ട,
അങ്ങനെ ഇനിയിപ്പോൾ ഉളി കൊണ്ട് വന്നിട്ട് ആ ഭാഗം ചെത്തി കളഞ്ഞിട്ട് ബാക്കി പരിപാടി നടക്കുള്ളൂ. അപ്പോൾ വേറൊരു പരിപാടി പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം സൈത്താനൊക്കെ വീഡിയോ തേൻ എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അത് കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഐഡിയ തോന്നിയത്, ഈ തേൻ എടുത്താലോ എന്ന്. അങ്ങനെയാണ് നമ്മളിത് വന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ ആ വീഡിയോ എൻ്റെ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാനെടുത്ത് കൊടുക്കാം. ഇന്നാണ് ഞാൻ വേറെ ഒരു വീഡിയോയിൽ എൻ്റെ സ്ക്രീനിൽ എത്തേണ്ട വീഡിയോ വെക്കാൻ നോക്കിയപ്പോൾ ലോങ് വീഡിയോ ഒന്നും വേണ്ടില്ല, ഷോർട്ട് വീഡിയോ ആണ്. അത് ഇതിൽ നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ വെക്കുവാണെങ്കിൽ സെറ്റാക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കണ്ട ഈ ഇരിക്കുന്നതൊക്കെ തേനാണ്. നേരത്തെ എൻ്റെ കൈ മൊത്തം തേനായിരുന്നു, അതൊക്കെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ വെള്ളമുള്ളത് കൊണ്ട് കഴുകി ഫ്രഷാക്കി വെച്ചിരിക്കുകയാണ്. അത്രയും എടുത്തു. ഇത് ചെറിയൊരു കത്തി പോലൊരു സാധനം ഉണ്ടാക്കി. ഈച്ച ഉണ്ട, ഈച്ച അങ്ങനെ 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 ഇരിക്കുകയാണ്. അത് ഫോക്കസ് ആവുന്നില്ലല്ലോ, ഇത്രയും ദൂരെയാ. അങ്ങനെ ഉളിക്ക് ഉളി കിട്ടിയില്ല, കോടാലി കിട്ടി. കോടാലി വെച്ച് വെട്ടി നോക്കാം. ഞാൻ വിചാരിച്ചവരാണെങ്കിൽ കോടാലി വെച്ച് പോസിബിൾ ആവുമെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പറ്റുന്ന അത്രയും നോക്കാം. പറ്റുന്ന പോലെ നോക്കാം. എന്തായാലും അതിനെ വെട്ടി കളഞ്ഞല്ലാതൊരു കളിയും നടക്കൂല. ചെറിയ ഒരെണ്ണത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിലങ്ങ് പോയാലേ വല്ലതും നടക്കുള്ളൂ. ഇപ്പുറത്തൊന്നും നന്നായിട്ട് കൊല്ലാൻ നോക്കണേ. അങ്ങനെ ഇവിടുത്തെ ഇതിന് ആ ഒരു മൊക്ക നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആ മുഴ വെട്ടിക്കളഞ്ഞപ്പോൾ തന്നെ കുറേ കൂടി കൈയിടാൻ വളരെ സൗകര്യമായിട്ടുണ്ട്. കൈയിടാൻ സൗകര്യമായി. ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നതാണ് ടാസ്ക്. ഇപ്പുറത്തോ എനിക്ക് ഇങ്ങനെ അറിയാതുള്ളൂ. എടുത്തങ്ങ് തീർത്തിരുന്നെങ്കിൽ ഈ പാത്രം ഇപ്പുറത്തുണ്ട്. അതാണ് വിഷയം. ഇതുകൊണ്ട് കുടുങ്ങോട്ട് വെള്ളം പോകുന്നു. ഇതെന്തൊക്കെയാണേ കട്ടിയത്. പിന്നെ വീണ്ടും അവനെ കടിച്ചിരിക്കണം. അയ്യോ, ഒരു ദയയും ദാക്ഷിണ്യം ഇല്ലാതെയാണ് ഫാനെടുത്തിട്ട് കുത്തുന്നത്. പിന്നെ കുറ്റം പറയാൻ പറ്റൂല.
ഇത്രയും വലിയൊരു തൊലി ഇത്രയും വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പക്ഷെ തേൻ കുറവേട്ടാ. എടുക്കുമ്പോൾ ഇതിൻ്റെ തേനുള്ള ഭാഗമൊക്കെ താഴെ പോകുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഒരു യഥമില്ലാത്തൊരു വായാണ്. നോക്കട്ടെ, ഇട്ടടിച്ച് എട്ടമില്ലല്ലോ, ആകത്തില്ല. മാനേജ് ചെയ്തോളാം. അങ്ങനെ ഞാൻ എടുക്കുകയാണ് സുഹൃത്തുക്കളെ, എടുക്കുകയാണ്. അതിൽ മണ്ടേ വരുന്നില്ലല്ലേ. ഇത്രയും തേന കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ മൊത്തത്തിൽ ഒരുമിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പൊട്ടിച്ച് ചെറുതാക്കിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും തേന കണ്ട എൻ്റെ കയ്യിലൂടെയൊക്കെ ഒലിച്ചിറങ്ങുന്നത് കണ്ട. തേങ്ങ കൊടുത്തേന് അതിലൊന്ന് താങ്ങി പിടിക്കാടാ. ഒരാൾ താങ്ങി പിടിക്കാം. ഫോൺ പിടിച്ചോ. ഇതാ നീളത്തിലുള്ളൊരു തൊലി പിടിച്ചോക്ക്. ഈ അടേനെ തൊലി എന്നാണ് നമ്മൾ പറയുന്നത് സുഹൃത്തുക്കളെ. അയ്യാവ്. പിന്നെ എനിക്കിവിടെ നിന്ന് കടി കിട്ടുന്നതിന് കയ്യും കണക്കുമില്ല. ഇപ്പം കിട്ടി. ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് തേനുകൾ. നാളെ എൻ്റെ വിരലുകളൊക്കെ തടിച്ച് നീര് വെക്കുന്നതായിരിക്കും. കയ്യോ ചേട്ടന്താടാ കേട്ടോ. കമ്പോ ഓ
പറയട്ടാ കറുത്ത കുച്ചിച്ച് കറുത്ത തൊലിച്ച് കറുത്ത കുച്ചി തൊലിച്ച് വെള്ള കുച്ചി. കമ്പുകൾ നമ്മുടെ ബക്കറ്റ് നിറഞ്ഞ ബക്കറ്റ് മാറ്റിയിട്ട് പാളയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ, എൻ്റെ തലഭാഗങ്ങളൊക്കെ ഉള്ളൂ എടുക്കാൻ. അതും കൂടി എടുത്തു കളയാം. കണ്ട, ഫ്രഷ് തേനാണ്. മായമില്ല, മന്ത്രമില്ല, മാറാത്തില്ല. പിന്നെ പൊടിയുണ്ടെന്നേ ഉള്ളൂ. ശരിക്കും എടുക്കാനായിട്ട് യഥമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോയത്. ഇതിൻ്റെ തലപ്പറ്റവും റാണിയും രാജാവും പടന്മാരും എല്ലാത്തിനും വിളിച്ചിളക്കുന്നത്. ജയ അപ്പുറത്ത് പകർത്തി പോകുന്നുണ്ട്. ഇതും കൂടി ആകുമ്പോൾ തീരും. പൊടി മണ്ണ് അങ്ങനെ നമ്മുടെ തേനെല്ലാം തീർന്നിരിക്കുകയാണ്, എടുത്ത് തീർത്തിരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ കൂടെ ചെറിയൊരു പോടുവ, അതിനകത്തോട്ട് കൈയിടാൻ പറ്റില്ല. കൈയിട്ടിട്ടും കാര്യമില്ല, അതിനകത്തൊന്നുമില്ല. ഈച്ചനെയൊക്കെ വലിച്ചിളക്കി. മാറ്റിക്കോ. അങ്ങനെ ഇത്രയും തേൻ കിട്ടിയിരിക്കുകയാണ്. ഇതിനകത്ത് വെച്ച പാളയാണ് എടുത്ത് കാണിച്ചു തരാം. കാണിക്കാനൊന്നുമില്ല, എടുക്കാൻ പോവുകയാണ്. പിടിച്ചാൽ ഇതിനവിടെ പിടിച്ചിട്ട് വെച്ചാണ്. കണ്ടോ, നിങ്ങൾ വെച്ചാണ്. പൊടിയാണ്, എന്നാലും വണ്ടർഫുൾ. നോക്കട്ടെ അതിനടിയിൽ വന്ന തൊഴിലുണ്ടോന്ന്. ഇത്രയും എടുത്തിട്ട് ഇങ്ങനെ ആക്കുക. എല്ലാം ഞാൻ തീർത്തിരിക്കുകയാണ്. ഇന്നിപ്പോൾ വായ അടയ്ക്കണം. സ്ഥലം മാത്രം നോക്കട്ടെ, അപ്പുണ്ടോ നോക്കട്ടെ. ഇല്ല. ഇനി എൻ്റെ മണ്ടയിലത്തെ റാണിയുടെ ഭാഗവും ഇനിയിപ്പോൾ അതിൽ റാണിയുടെ അടകളും മാത്രമേ ഉള്ളൂ. അടയെന്ന് വെച്ചാൽ പറഞ്ഞുള്ളൂ, തലപ്പറ്റ് മാത്രമേ അതിനകത്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ വിളിച്ചാൽ എടുത്തിട്ടുണ്ട്. തലപ്പറ്റിലാണ് റാണി ഇരിക്കുന്നത്. റാണി വെച്ചാൽ അവിടെ തന്നെ ഇരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട്, കാണിക്കാൻ പറ്റില്ല, അങ്ങനത്തെ മണ്ടയ്ക്കാണ്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം വായ നമ്മൾ തുറന്ന പാടെ തന്നെ അത് അടച്ചു കളയാം. അത് മണ്ണൊക്കെ നിർത്തി കളയട്ടെ. അവളുടെ ഏറ്റവും മറ്റേ വല്ലതും ഉണ്ടോ? കല്ല് മൊത്തം മണ്ണും ചെളിയതല്ല, ചെറിയ അല്ല.
ഏറ്റവും ചെറിയ ഇതാണെന്ന് തോന്നുന്നല്ലേ സത്യത്തിൽ. ഇത് ഞാനങ്ങനെ അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതേണ്ട തേൻ എടുത്തിട്ട് അവസാനം നമ്മൾ തേൻ പറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കും, അടുത്ത വർഷം ഉണ്ടായിരിക്കണം. ഇതെൻ്റെ അടിയിൽ ഞാൻ വെച്ച പാളയാണ്. ഇതിൽ വീണൊക്കെ പൊടിയും മണ്ണൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് നോക്ക്, ഞാൻ എടുത്തപ്പോൾ ഏകദേശം ചുക്കി ചുളിഞ്ഞിരുന്ന കൈയാണ്. കുത്തു വാക്കണ് കിട്ടി. എന്നേക്കട്ടെ ഇവിടെ ഇതെല്ലാം കൈ ഇവിടെയൊന്നും കിട്ടിയ കൈയും കണക്കുമില്ല. നാളെ ഇതിങ്ങനെ വീർത്തിങ്ങനെ നീരടിച്ചിരിക്കും. ഇപ്പം തന്നെ കണ്ട ഇവിടെയൊക്കെ നീരായി. അങ്ങനെ ഇരിക്കുകയാണ്. നീര് കാണാനൊന്നുള്ളത് മനോഹരമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ പൊടി പിടിച്ച തേൻ അങ്ങനെ തിന്നുകയാണ്. ചെറുതായിട്ടൊരു 4-5 മിനിറ്റ് നേരം കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട കാര്യത്തിന് ഞാനൊരു 22 മിനിറ്റോളം നീട്ടി വലിച്ച് വെറുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്.